എന്തുകൊണ്ടാണ് അബ്രോഡ് സ്റ്റഡിയിൽ റിജക്ഷൻ വരുന്നത്? പല പേരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെ വലിയൊരു കൺസേൺ ആണ് എന്തൊക്കെ റീസൺ ആണ് റിജക്ഷന് കാരണമാവുന്നത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ, 2 നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോഴ്സ്, 3ാമത്തതാണ് ഫിനാൻഷ്യൽ പാർട്ട്. ഇതിൽ ഈ 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു 90% റിജക്ഷൻ നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ, അതായത് ഇപ്പോൾ എനിക്കൊരു 60% ആണ് മാർക്ക് വരുന്നതെങ്കിൽ ആ 60% ആക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലായിരിക്കണം ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അല്ല, എനിക്കിപ്പം 80% മാർക്ക് ഉണ്ട്, പക്ഷേ എനിക്ക് ഫണ്ടിങ് വളരെ കുറവാണ്, ഒരു ഫിനാൻഷ്യൽ ഒരു 12 lakhs ITR ഒന്നും കാണിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഇല്ല എന്നാണെങ്കിൽ ഞാൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള കൺട്രി ചൂസ് ചെയ്യുന്നതിന് പകരം ഷെങ്കൻ കൺട്രി അതുപോലുള്ള അല്ലെങ്കിൽ UK പോലുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ എപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ പാർട്ടും കൂടി നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. കാരണം യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ വന്നാലും വിസ പാർട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു റിജക്ഷൻ്റെ റീസൺ എത്തുന്നത്. സോ എപ്പോഴും ഈ 3 കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം.